രാജ്യത്തിന്റെ പുതിയ ഉപരാഷ്ട്രപതി ആരെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. CPM രാജ്യസഭ MP ജോൺ ബ്രിട്ടാസ് ഇപ്പോൾ മീഡിയയോടൊപ്പം ചേരുകയാണ്. സർ, ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് പുതിയ ഉപരാഷ്ട്രപതിയെക്കുറിച്ച് അറിയാം. രാത്രിയോട് കൂടിയിട്ട് ആരായിരിക്കും നമ്മുടെ ഉപരാഷ്ട്രപതി എന്നുള്ള കാര്യം മനസ്സിലാവും. പ്രതീക്ഷകൾ നമ്മളൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലേക്ക് എത്തിയ സ്ഥിതിക്ക്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ച സ്ഥിതിക്ക് ഇനി അതേക്കുറിച്ച് പ്രവചനം നടത്താൻ ഞാൻ തയ്യാറല്ല. പക്ഷേ എങ്കിൽ പോലും ഒരു പൊളിറ്റിക്കൽ ആൻഡ് ഐഡിയോളജിക്കൽ ഫൈറ്റാണ്, ഒരു ആശയപരവും രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ഫൈറ്റാണ്. ഇപ്പോഴത്തെ നമ്പർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ പ്രതിപക്ഷം പുറകിലാണ്, പിന്നോട്ടാണ്. ഒരു 69 വോട്ടുകളുടെ വ്യത്യാസമുണ്ട്. അതായത് ജയിക്കാൻ വേണ്ടത് എൻ്റെ ഉള്ള കണക്ക് നോക്കുകയാണെങ്കിൽ ആകെയുള്ള വോട്ടെന്ന് പറഞ്ഞാൽ 781 വോട്ടാണ്. ലോക്സഭയിൽ ഒരു ഒഴിവുണ്ട്, അപ്പോൾ അങ്ങനെ 542 അവിടെയുണ്ട്. രാജ്യസഭയിൽ 6 ഒഴിവുണ്ട്, അപ്പോൾ 239 വോട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 781 വോട്ടാണ് മൊത്തത്തിൽ. അതിൽ 391 വോട്ട് കിട്ടുന്ന ആൾ ജയിക്കും. പ്രതിപക്ഷത്തിപ്പോൾ 322 വോട്ടുണ്ട്. അപ്പോൾ ഒരു 69 വോട്ട് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ പ്രതിപക്ഷത്തിന് ജയിക്കാൻ പറ്റൂ എന്നുള്ളൊരവസ്ഥയാണ്. പക്ഷേ എങ്കിലും ഇതൊരു രഹസ്യ ബാലറ്റാണ്. ആൾക്കാർക്ക് ഇഷ്ടം പോലെ അവർ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വോട്ട് ചെയ്യാനുള്ളൊരു സാഹചര്യമുണ്ട്. മാറിമറിയുമെന്ന് പറയാം, അതാണ്. അല്ല, ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇങ്ങനെ ആരംഭിക്കുന്നൊരു ഘട്ടത്തിൽ ഇപ്പോൾ ഇന്നയാൾ ജയിക്കുമെന്നുള്ളൊരു അവകാശവാദത്തിനൊരു പ്രസക്തി ഇല്ലെങ്കിൽ പോലും വിജയത്തിനപ്പുറം ഉയർത്തി കാണിക്കുന്ന പല ഘടകങ്ങളുണ്ട്. എന്താണ് ഇന്ത്യ സഖ്യം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം? ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്, അതായത് ഇപ്പം BJP NDA മുന്നോട്ട് വച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കറകളഞ്ഞ RSS സ്ഥാനാർത്ഥിയാണ്. സാധാരണഗതിയിൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരാളെ മുന്നോട്ട് വെക്കുമ്പോൾ ആ തമിഴ്നാട്ടിലെ MP-മാർക്ക് കുറച്ച് അസ്വസ്ഥതയുണ്ടാവും. ഞങ്ങളുടെ ദേശത്തുള്ള സംസ്ഥാനത്തുള്ള ഒരാൾ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അദ്ദേഹത്തിനെതിരെ എങ്ങനെ വോട്ട് ചെയ്യുന്നു. പക്ഷേ ഇക്കുറി അങ്ങനത്തെ ഒരു സന്ദേഹമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ തമിഴ്നാട്ടിലുള്ള MP-മാർക്കും കൃത്യമായി ബോധ്യമുണ്ട്. അതായത് RSSനെ പ്രതിദാനം ചെയ്യുന്നൊരു വ്യക്തിയാണ് ഈ ഉപരാഷ്ട്രപതി പദത്തിലേക്ക് വരുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ ആശയപരമായ ഒരു ഫൈറ്റാണ്, ഒരു പോരാട്ടമാണെന്നുള്ള കാര്യത്തിൽ അവർക്ക് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഇക്കുറി ഉണ്ടായില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതായത് ജഗദീപ് ധൻഖർ എന്നുള്ള വ്യക്തി 99.99% പ്രധാനമന്ത്രിയോടും BJPയോടും വിധേയത്വം പ്രഖ്യാപിച്ചു. RSS എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നൊരവസ്ഥയായിരുന്നു. പക്ഷേ ആ 0.1% എന്തോ ഒരു കുറവുണ്ട് എന്ന് BJPക്ക് തോന്നിയപ്പോൾ അദ്ദേഹം പുറത്തായി. അപ്പോൾ പൂർണ്ണമായും തങ്ങളുടെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായിട്ടുള്ള വലയത്തിലുള്ള ഒരാളെയാണ് BJP സ്ഥാനാർത്ഥിയാക്കി വെച്ചിരിക്കുന്നത്. അതുതന്നെയാണ് ഞങ്ങളുടെ പോരാട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിദാനവും. അങ്ങനൊരു വ്യക്തിക്കെതിരെ നിലകൊള്ളുക എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിലെ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്, ഞങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്നൊരു ഉത്തരവാദിത്തമാണെന്നുള്ള തിരിച്ചറിവിലാണ് ഞങ്ങൾ ഈ ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയെ മുന്നോട്ട് വെച്ചത്. മുൻകാലത്ത് നിന്ന് വ്യത്യസ്തമായ ഒരു ഘടകമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ജഗദീപ് ധൻഖർ മത്സരിച്ച സമയത്ത് TMC ആ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു, ആം ആദ്മി പാർട്ടി വിട്ടുനിന്നു. ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇക്കുറി ഇന്ത്യ അലയൻസ് അല്ല, സംയുക്ത പ്രതിപക്ഷമാണ്. സംയുക്ത പ്രതിപക്ഷം എന്നുള്ള തലത്തിലാണ് ഞങ്ങൾ ആ സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ചെറുകിട പാർട്ടികൾ ഇപ്പം BRSും BJDയും ഇത് ചെയ്യുന്നില്ല, BJDയും BRSും വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്കിലും എന്തെങ്കിലും തരത്തിൽ പ്രതിപക്ഷത്തിനെ ബാധിക്കുന്നുണ്ട്? അല്ല, അവർ കഴിഞ്ഞ എത്രയോ കാലമായിട്ട് പരിപൂർണമായിട്ടും BJPക്ക് ഒപ്പം നിന്ന പാർട്ടികളാണ് ഈ രണ്ടുപേരും. അവർ വിട്ടുനിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു പക്ഷേ പ്രതിപക്ഷ നിരക്ക് കുറേയും കൂടി ആശ്വാസവും വിശ്വാസവും പ്രതീക്ഷയും നൽകുന്ന ഘടകമാണ്. എന്ന കാരണം വെച്ചാൽ ഈ രണ്ട് പാർട്ടികളെ ഭയപ്പെടുത്തി തങ്ങളോട് നിർത്തുക എന്നുള്ളതായിരുന്നു BJPയുടെ തന്ത്രം. മുൻകാലങ്ങളിൽ അവരുടെ ഒപ്പമായിരുന്നു, BJPക്ക് ഒപ്പമായിരുന്നു. ഇപ്പോൾ ഈ രണ്ട് പാർട്ടികളും രാജ്യസഭയിലൊക്കെ എടുക്കുന്ന സമീപനം എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ടും BJPക്ക് ഒപ്പമാണ്, സർക്കാരിൻ്റെ ഒപ്പമാണ്. അപ്പോൾ അവർക്ക് ഈ ഒരു RSS സ്ഥാനാർത്ഥി വരുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, വിമ്മിഷ്ടമാണ് ഈ തീരുമാനത്തെ പ്രതിഫലിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി സുദർശൻ റെഡ്ഡിക്കെതിരെ വലിയ ആരോപണങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടക്കം ഉയർത്തിയിരുന്നു. മാവോയിസ്റ്റുകളുമായി ബന്ധപ്പെടുത്തി ഒരു ആരോപണം ഉയർത്തിയിരുന്നു. അപ്പോൾ അതെന്തെങ്കിലും തരത്തിൽ മറ്റ് ചെറുകിട പാർട്ടികളെല്ലാം സ്വാധീനിക്കുമെന്ന് കരുതുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ വില കുറഞ്ഞ ഒരു ആരോപണമല്ലേ. അതായത് ഒരു ജഡ്ജി എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ വിധി പ്രസ്താവം ആ കാലഘട്ടം എങ്ങനെയായിരുന്നു? സൽവാ ജൂദിൻ, എനിക്കറിയാവുന്ന, ഞാൻ അന്നൊക്കെ ആ ഭാഗത്ത് പോയിട്ടുള്ളതാണ്. അതായത്
ജനങ്ങളിൽ നിന്ന് തന്നെ ആ ഒരു വിഭാഗത്തിൽ നിന്ന് ആൾക്കാരെ ചുമ്മാ റിക്രൂട്ട് ചെയ്ത് അവരോട് പറയുക നിങ്ങൾ തോക്ക് എടുത്തിട്ട് നിങ്ങൾ മറ്റവരെ വെടിവെച്ചുള്ളൂ എന്നുള്ളത് ഒരു അരാജകത്വം, യാതൊരു നിയമപരമായിട്ടുള്ള ഒരു വഴിത്താരയുമില്ലാതെ യഥേഷ്ടം ആൾക്കാരെ കൊന്നൊടുക്കുന്നൊരു രീതി ഉണ്ടായിരുന്നു. മാത്രമല്ല ഒരു ജഡ്ജി വിധിപ്രസ്താവം നടത്തുമ്പോൾ അതിൻ്റെ എല്ലാ വസ്തുതകളും പരിശോധിച്ചിട്ടാണ്. ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയം എന്താണെന്നൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ എന്തൊരു അരാജകത്വമായിരുന്നു അന്ന് നിലകൊണ്ടുവരുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഒരു ജഡ്ജിയുടെ വിധിപ്രസ്താവത്തിൻ്റെ മുകളിൽ ആ ജഡ്ജിയെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. ഇനി അഥവാ ആ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കറക്റ്റായൊരു ജഡ്ജ്മെൻ്റായിരുന്നു. അതായത് ഇന്ത്യൻ ഭരണഘടന നൽകിയിട്ടുള്ള ഒരു പരിപ്രേക്ഷ്യമുണ്ട്. ആ പരിപ്രേക്ഷ്യത്തിന് നിരക്കാത്ത രീതിയിലുള്ള ഒരു നിലപാടായിരുന്നു സൽവാ ജുദു എന്നുള്ള സംഭവം എന്നുള്ളത്. അപ്പം യഥാർത്ഥത്തിൽ ആ ഒരു വിധിനായത്തിൽ അദ്ദേഹത്തെ ശ്ലാഘിക്കുക ചെയ്യേണ്ടത്. ഒരു കണക്കിന് അമിത്ഷായുടെ പ്രസ്താവന കൊണ്ട് ഒരു കാര്യം വ്യക്തമായി. അതായത് ഈ പൗരാവകാശങ്ങൾക്ക് മേൽ വ്യക്തമായൊരു നിലപാടുള്ള വ്യക്തിയാണ് പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യം അടിവരയിടപ്പെട്ടു. പുതിയ ഉപരാഷ്ട്രപതി വരികയാണ്. അപ്പോൾ നമ്മൾ പഴയ ഉപരാഷ്ട്രപതിയുടെ കാര്യം കൂടി ഒന്ന് പറയണം. അദ്ദേഹം എവിടെയാണ്, എങ്ങനെയാണെന്നൊന്നും ഇപ്പോഴും അദ്ദേഹം പെൻഷനൊക്കെ അപേക്ഷിച്ചു എന്നുള്ള വാർത്തകൾ വരുന്നത്. അപ്പോൾ അതും കൃത്യമായ ഒരു കേന്ദ്ര സർക്കാർ അഡ്രസ്സ് ചെയ്യേണ്ടത് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരുന്ന സമയം. യഥാർത്ഥത്തിൽ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ പരിശോധിക്കാത്തൊരു വിഷയമുണ്ട്. ഇന്ത്യയുടെ ഇത്രയും കാലത്തെ ചരിത്രത്തിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ ഉയർന്ന ഭരണഘടനാ പദവി കയ്യാളി ഒരു വ്യക്തി രാജി സമർപ്പിച്ച് ഒരു ഗുഹയിലേക്ക് ഉൾവലിഞ്ഞു. അദ്ദേഹം ആർക്കും മുഖം നൽകുന്നില്ല, അദ്ദേഹം ആരോടും സംസാരിക്കുന്നില്ല, അദ്ദേഹത്തെ ആരും കാണുന്നില്ല, പരിപൂർണമായി നിഷ്കാസിതനായി. അങ്ങനൊരു അവസ്ഥ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംജാതമായി എന്ന് പറയുമ്പോൾ ഇതൊക്കെ പഴയ നാസി ജർമ്മനിയിലും അതുപോലെ മുസോളിനിയുടെ ഇറ്റലിയിലൊക്കെ സംഭവിച്ചു എന്ന് നമ്മൾ വായിക്കുന്ന ഒരു സംഭവമാണിത്. അതായത് എല്ലാ സമയവും, ഒരുപക്ഷെ ഉറങ്ങുന്ന സമയം ഒഴിച്ച് ബാക്കി എല്ലാ സമയവും വ്യവഹാരങ്ങളിൽ വ്യാപൃതനായിരുന്ന, അല്ലെങ്കിൽ ആശയവിനിമയങ്ങളിൽ പൂർണ്ണമായും പങ്കെടുത്തുകൊണ്ടിരുന്നൊരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ നിശബ്ദനാകുന്നു, നിശബ്ദനാക്കപ്പെടുന്നു. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഭരണഘടനാ സ്ഥാനത്തോടുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ സമീപനം എന്താണെന്നുള്ള കാര്യം അതിൽ വ്യക്തമായി. ഇപ്പം ജഗദീപ് ധൻഖർ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഇപ്പോൾ പത്രങ്ങളിൽ വന്ന വിവരപ്രകാരം അദ്ദേഹം ഒരു സ്വകാര്യ ഫാം ഹൗസിലേക്ക്, നമ്മുടെ അഭയ് ചൗട്ടാലയുടെ ഫാം ഹൗസിലേക്ക് ഉൾവലിഞ്ഞു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ആരും കാണാത്തത്? എന്തുകൊണ്ടാണ് അദ്ദേഹം അസുഖബാധിതനാണെന്ന് പറഞ്ഞപ്പോൾ പോലും അസുഖബാധിതനായ ആളെ എന്തുകൊണ്ട് ഇന്നും പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഒന്നും എന്തുകൊണ്ടാണ് പോയി കാണാതിരുന്നത്? ഏതെങ്കിലും BJP നേതാക്കൾ അദ്ദേഹത്തെ സന്ദർശിച്ചോ? അദ്ദേഹം നല്ല ഊർജ്ജസ്വലനായി ഒരു ദിവസം മുഴുവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ രാജ്യസഭയിൽ അധ്യക്ഷം വഹിച്ച ഒരു വ്യക്തി പൊടുന്നനെ ആ രാത്രിയുടെ ഒരു പ്രത്യേക ഘട്ടത്തിൽ രംഗത്ത് നിന്ന് വിരമിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ സ്ഥാനത്തോടുള്ള അവഹേളനമാണ്. എന്തായാലും ഇന്ത്യ സഖ്യം പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. പൂർണ്ണ പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ത്യ സഖ്യം ഉള്ളതെന്നാണ് ജോൺ ബ്രിട്ടാസ് MP ഇപ്പോൾ മീഡിയ വണ്ണോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും ഇമ്രാൻ അൻസാരിക്കൊപ്പം അരവിന്ദ് PR, മീഡിയ വൺ.